ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മുല്ലപ്പൂ മൊട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലൊന്നും ഇപ്പോൾ ഈ സമയത്ത് മുല്ലപ്പൂ ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊന്നും പോയിട്ട് വാങ്ങിക്കാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കുറച്ചായിട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കോർത്തെടുത്താൽ മതി. അപ്പോൾ സ്ക്വയർ പീസായിട്ട് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ടിഷ്യൂ പേപ്പറും കൂടെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ടൂത്ത് പിക്കിൻ്റെ ഒക്കെ പോലെ ചെറിയൊരു പീസ് സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇർക്കിളിയോ ടൂത്ത് പിക്കോ ഏതായാലും മതി കേട്ടോ. എന്നിട്ട് ആ സ്റ്റിക്കിൽ നമ്മൾ ചെറിയ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 4-5 പീസ് ഇതുപോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവസാനം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസിൽ നിന്ന് ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുള്ള ആ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് ആ സ്റ്റിക്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പിരിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പം ശരിക്കും അതിൽ ഇതളുകളൊക്കെ ഉള്ള പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ടിഷ്യൂ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ട് ആ ചുരുട്ടിയ ടിഷ്യൂ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പീസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ പിരിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഗ്ലൂ ഒന്നും ആക്കി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പിരിച്ചു കൊടുത്തിരുന്ന ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ പീസ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതെല്ലാം നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചിയും നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂചി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കോർക്കുന്നത്. അല്ലാതെ 2 പീസ് വെച്ചിട്ട് കെട്ടിയിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ അറിയുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. ആ ഗ്രീൻ കളറിൻ്റെ കൂടെ നമ്മൾ ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കോർക്കുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് കോർക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ മുഴുവനായിട്ട് കോർത്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും പിന്നെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം.